നേപ്പാൾ പ്രളയം മരിച്ചവരുടെ എണ്ണം 547ആയി. 1500-ലേറെ പേരെ കാണാനില്ല. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിലും ചൈന അതിർത്തിയിലും ഉണ്ടായ വിനാശകരമായ പ്രളയത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 547ആയി ഉയർന്നു. നേപ്പാളിൽ മാത്രം 538 പേർ മരിച്ചതായും 977 പേരെ കാണാതായതായും ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. പ്രളയത്തിൽ 5 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളിലുമായി കാണാതായവരുടെ എണ്ണം 1500 കടന്നിട്ടുണ്ട്. 2015-ലെ അതിതീവ്ര ഭൂകമ്പത്തിനു ശേഷം നേപ്പാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണിത്. തൃശൂരിലെ പ്രസിദ്ധമായ പുലികളി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പ്രശസ്തമായ സാംസ്കാരിക കൂട്ടായ്മ കാണാൻ വൻ ജനപ്രവാഹം എത്താൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിലാണ് തീരുമാനം. അവധി പ്രഖ്യാപിച്ചതോടെ പുലികളി ആഘോഷങ്ങൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ കളറാകും. തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. കൂടാതെ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 പ്രകാരം പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കേരളത്തെ പതിറ്റാണ്ടുകളായി മുൾമുനയിൽ നിർത്തിയ സുകുമാരക്കുറുപ്പ് കേസിൽ വീണ്ടും നിർണായക വഴിത്തിരിവ്. സുകുമാരക്കുറുപ്പിന്റേതെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പിടിച്ചെടുത്ത പാസ്പോർട്ട് തൃശൂർ വടക്കാഞ്ചേരി കരുമത്ര സ്വദേശിയായ ദാമോദര മേനോന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ദാമോദര മേനോന്റെ സഹോദരൻ സുരേന്ദ്ര മേനോനാണ് പാസ്പോർട്ട് തിരിച്ചറിഞ്ഞ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മേഖലയിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്ന 82 പേരിൽ 60 കേരളീയരും സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. വിവിധ ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭിച്ച അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 82 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ 4 ഓസ്ട്രേലിയൻ പൗരത്വമുള്ള മലയാളികളും 4 കേരളീയരും ഉൾപ്പെടെ 8 പേരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. ഇവരുടെ വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. പട്ടികയിലുള്ള ശേഷിക്കുന്ന 14 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ചില്ലറ നൽകിയില്ലെന്ന കാരണത്താൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീയെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. പാലക്കാട് നെല്ലിയാമ്പതി റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ നിന്നാണ് തമിഴ്നാട് സ്വദേശി അമുദയെ ഇറക്കിവിട്ടത്. പുതിയതായി ആരംഭിച്ച സർവീസാണിത്. 43 രൂപ ടിക്കറ്റിന് 500 രൂപ നൽകിയെന്ന് പറഞ്ഞാണ് നെല്ലിയാമ്പതി വില്ലേജ് ഓഫീസിന് സമീപത്ത് അമുദയെ ഇറക്കിവിട്ടത്. സംഭവത്തിൽ KSRTC ബസ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തകളിൽ വിശദീകരണവുമായി പെൻഗ്വിൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രസാധകർ തങ്ങളല്ലെന്നും പുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സോണിയാഗാന്ധി വിസമ്മതിച്ചതിനാലാണ് പിന്മാറിയതെന്ന തരത്തിൽ വരുന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്നും പെൻഗ്വിൻ ഇന്ത്യ വ്യക്തമാക്കി. രാജ്യത്തുയർന്നു വരുന്ന പഞ്ചസാര വില വർധനവിനെ ന്യായീകരിച്ച് മധ്യപ്രദേശ് മന്ത്രിയും BJP നേതാവുമായ കൈലാഷ് വിജയ് വർഗിയ രംഗത്ത്. 90% ആളുകൾക്കും നിലവിൽ മധുരം കഴിക്കാൻ താല്പര്യമില്ലെന്നും താൻ മധുരം കഴിക്കാറില്ലെന്നും പൊതുയോഗത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടു. പഞ്ചസാരയ്ക്ക് വില വർദ്ധിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും കുട്ടികൾക്കായി സർക്കാർ ന്യായവില ഷോപ്പുകളിൽ മാത്രമാണ് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കേണ്ടതെന്നും 40 വയസ്സിന് മുകളിലുള്ളവർ ഇത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊടുവള്ളി മാനിപുരം ഇരുമ്പോത്ത് കടവിൽ പുഴയിൽ വീണ കാണാതായ 15 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. കരിയേറ്റിപ്പറമ്പ് ഹംസയുടെ മകൻ മുഹമ്മദ് ഷഹീനാണ് മരിച്ചത്. മുക്കം അഗ്നിരക്ഷാ സേനയും വെളിമാടുകുന്ന് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക സ്കൂബ ഡൈവിംഗ് സംഘവും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ഷഹീനെ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. ക്രിക്കറ്റ് ലോകത്തെ യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ നാളെ തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ 8:40 ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുക. എത്തിയ ഉടൻ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് KCL നടക്കുന്ന കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെത്തി സ്വന്തം ടീമിന്റെ മത്സരം കാണും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനും കാണികൾക്കൊപ്പം കളി ആസ്വദിക്കാനുമാണ് ഗെയിൽ എത്തുന്നത്.
റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള വൈറസ് വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. കിഴക്കൻ കോങ്കോയിലെ കിസംഗാനി നഗരത്തിലാണ് ആദ്യഘട്ട വിതരണം തുടങ്ങിയത്. നിലവിൽ 50,000-ത്തിലധികം ഡോസ് വാക്സിൻ രാജ്യത്ത് ലഭ്യമായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി സാമുവൽ റോജർ കാമ്പ അറിയിച്ചു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.